നിങ്ങൾക്ക് എല്ലാവർക്കും മിസാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് 1 കപ്പ് കുത്തിരി വെച്ചിട്ട് റവ ഉപ്പുമാവിനേക്കാളും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉപ്പുമാവ് ഉണ്ടാക്കാം. വീട്ടിൽ അരിപ്പൊടിയും ഗോതമ്പ് പൊടിയും പച്ചരിയൊന്നും ഇല്ലാത്ത സമയത്ത് ഉണ്ടാക്കാൻ പറ്റിയ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു വിഭവമാണിത്. നമ്മുടെ വീട്ടിൽ ചോറ് വയ്ക്കാനുള്ള കുത്തരിയും ചാക്കരിയൊക്കെ എപ്പോഴും ഉണ്ടാവും. കുറച്ചും കൂടെ ഹെൽത്തി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇവിടെ കുത്തിരി എടുത്തിരിക്കുന്നത്. വേണമെങ്കിൽ നമുക്ക് മറ്റേ വെള്ളരി വേണമെങ്കിലും എടുക്കാം. റേഷനരി ആയാലും ഒരു പുഴുക്കിൻ്റെ ആയാലും ഇരുപുഴുക്കിൻ്റെ ആയാലും ഇനി പുഴുങ്ങാത്ത അരിയാണെങ്കിലും ഒന്നും കുഴപ്പമില്ല. നല്ല ടേസ്റ്റിലുള്ള ഉപ്പുമാവ് നമുക്ക് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാം. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് കുത്തരി നന്നായിട്ട് കഴുകി വെള്ളം ഒഴിച്ചൊന്ന് കുതിർത്തെടുത്തിട്ടുണ്ട്. ഓവർനൈറ്റാണ് ഇവിടെ ഇത് കുതിരാൻ വെച്ചത്. പച്ചരിയേക്കാളും അല്പം കൂടി സമയം കൂടുതൽ വേണം കുത്തരി ഒന്ന് കുതിർന്ന് കിട്ടാനായിട്ട്. ഇനി ഇത് നമുക്ക് ഈ അരിപ്പയിലേക്ക് മാറ്റിയിട്ട് വെള്ളമൊക്കെ ഒന്ന് ഡ്രെയിൻ ചെയ്തെടുക്കാം. ഇതുപോലെ വെള്ളം ഒന്ന് കുടഞ്ഞു കളഞ്ഞിട്ട് നമുക്കൊരു ടിഷ്യൂ പേപ്പറിലോ അല്ലെങ്കിൽ ഒരു കോട്ടൺ തുണിയുടെ മുകളിലോ വേണമെങ്കിൽ ഒന്ന് നിരത്തിയിട്ടിട്ട് വെള്ളം കളഞ്ഞെടുക്കുക. അല്ലെങ്കിൽ ഇതുപോലെ ഒന്ന് തട്ടിക്കൊടുത്തിട്ടുണ്ടെങ്കിൽ വെള്ളം പെട്ടെന്ന് തുണിയോ അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പറോ വലിച്ചെടുക്കും. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കിതിൻ്റെ വെള്ളം പോയി കിട്ടും. അപ്പോൾ ടിഷ്യൂ പേപ്പറിലെ വെള്ളമൊക്കെ ഒന്ന് പിഴിഞ്ഞ് കളഞ്ഞിട്ട് വീണ്ടും ഇതുപോലെ ഒന്ന് തട്ടിക്കൊടുക്കണേന്ന്. ഇത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ ഇത് വെള്ളം അധികം ഉണ്ടെങ്കിൽ അരഞ്ഞ പോലെ ആയിപ്പോകും, അല്ലെങ്കിൽ കുഴഞ്ഞ പോലെ നമുക്ക് ഈ മാവ് കിട്ടും. അപ്പോൾ അങ്ങനെ വരാൻ പാടില്ല. ഒന്ന് പൊടിച്ച് വേണം ഇതെടുക്കാനായിട്ട്. അപ്പോൾ വെള്ളമൊക്കെ ഒരുവിധം പോയിട്ടുണ്ട്. ചെറിയ നനവുണ്ട്, അത് കുഴപ്പമില്ല. എന്നിട്ട് നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ തേങ്ങ അരക്കുന്ന അല്പം വലിയ ജാറാണ് എടുത്തിരിക്കുന്നത്. ഒറ്റയടിക്ക് തന്നെ ഇത് പൊടിച്ച് കിട്ടാൻ വേണ്ടിയാണ് അതെടുത്തത്. അപ്പോൾ ഇതുപോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഒരു 10-15 സെക്കൻഡ് മാത്രമേ അടിച്ചെടുത്തിട്ടുള്ളൂ. ഇനി സൈഡിലുള്ള ഒട്ടും പൊടിയാത്ത അരികളുണ്ടല്ലോ, അത് ഇതുപോലെ ഒന്ന് വടിച്ചിട്ട് എടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് അടിച്ചിട്ട് വരാം. അപ്പോൾ ചെറിയൊരു തരിതരിപ്പ് ഉണ്ടാവും. നമുക്കിത് അരിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്ന് ഒരുവിധം പൊടിച്ചെടുത്താൽ മതി. പുട്ടിൻ്റെ പൊടിയൊക്കെ പൊടിക്കുന്നത് പോലെ പൊടിച്ചെടുത്താൽ മതി. അപ്പോൾ ഇത് കുറച്ച് തരിതരിപ്പോടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് മതിയാകും. 1 കപ്പ് കുത്തരി കുതിർത്ത് പൊടിച്ചെടുത്തപ്പം ഇത് ഏതാണ്ട് 2 കപ്പോളം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊരു ചീനച്ചട്ടി ചൂടാക്കാൻ വയ്ക്കാം. ചീനച്ചട്ടിയിലേക്ക് ഒരു 2-2.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാകുമ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുകിട്ടൊന്ന് പൊട്ടിക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പം ചെറിയ കഷ്ണം ഇഞ്ചി നീളത്തിൽ അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ജസ്റ്റ് ഒരു 3 സെക്കൻഡ് ഒന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഒരു ചെറിയ സവാള നുറുക്കിയത് ഇട്ട് കൊടുക്കാം. ഒരു ക്യാരറ്റ് നുറുക്കിയതും 3-4 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് 1 മിനിറ്റ് ഇതൊന്ന് വഴറ്റിയെടുക്കാം. 1 മിനിറ്റ് മാത്രം വഴറ്റിയാൽ മതി. ഒരുപാട് നേരിട്ട് വഴറ്റേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് നമുക്ക് ആ കുത്തരി പൊടിച്ച് വെച്ചത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇതെല്ലാം ചെയ്തെടുക്കുന്നത്. റവ വറുക്കുന്നത് പോലെ ഇത് നമുക്ക് ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഒരു 4 മുതൽ 5 മിനിറ്റ് വരെ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് വറുത്തെടുക്കാം. ഇനി നിങ്ങൾ റവ ഉപ്പുമാവാണ് ഉണ്ടാക്കണമെങ്കിൽ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പമായിരിക്കും, നല്ല ടേസ്റ്റും ആയിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇത് വറുക്കുന്ന സമയത്ത് നമുക്കിതിന് വേണ്ട വെള്ളം ഒന്ന് തിളപ്പിക്കാൻ വയ്ക്കണം. ഞാനിവിടെ 2 കപ്പ് പൊടിക്ക് 1 കപ്പ് വെള്ളമാണ് തിളപ്പിക്കാൻ വെക്കുന്നത്. ഇത് തിളക്കുന്ന സമയത്ത് നമുക്ക് ഈ പൊടി നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഇതിൽ നമ്മൾ ഉപ്പൊന്നും ചേർത്തിട്ടില്ല. നമുക്ക് വേണമെങ്കിൽ വെള്ളത്തിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഇതിൽ തന്നെ ഈ പൊടിയിൽ തന്നെ നേരിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇന്നത്തേക്കാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് വേണമെന്നുണ്ടെങ്കിൽ തേങ്ങ ചിരണ്ടിയത് ചേർത്ത് കൊടുക്കാം. ചേർക്കുമ്പോൾ 1/4 കപ്പ് വരെ ചേർത്ത് കൊടുക്കാം. ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ചിലർക്ക് നല്ല ഇഷ്ടമായിരിക്കും തേങ്ങ ചേർക്കുന്നത്. ഞാൻ തേങ്ങ ചേർക്കുന്നില്ല. 1/2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിർബന്ധമില്ല, വേണമെന്നുണ്ടെങ്കിൽ മാത്രം നെയ്യ് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതുവരെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് കൊടുത്തേക്കണേ. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തതിന് സപ്പോർട്ടും കൂടി ചെയ്തേക്കണേ. മിസാസ് കിച്ചൻ്റെ മറ്റു റെസിപ്പീസും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട്. തിളപ്പിക്കാൻ വെച്ച വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇതിനകത്തേക്ക് ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാം. അല്പം വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ മാത്രം വീണ്ടും ഒഴിച്ചു കൊടുക്കുക. ആവശ്യത്തിന് മാത്രം നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പം ചിലവർ നന്നായിട്ട് വെള്ളം ഒഴിച്ചിട്ടാണ് ഉപ്പാവ് ഉണ്ടാക്കാറ്. അങ്ങനെയുള്ളവർക്ക് കുറച്ചും കൂടെ കുഴഞ്ഞിരിക്കണമെന്നുണ്ടെങ്കിൽ ആ വെള്ളം മൊത്തം ഒഴിച്ചു കൊടുക്കാം. ഇനി കുറച്ച് ഡ്രൈ ആയിട്ടിരിക്കണം എന്നുള്ളവർക്ക് അതനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇവിടെ കുറച്ച് ഡ്രൈ ആയിട്ടാണ് വേണ്ടത്. അതുകൊണ്ട് ഞാൻ ഇവിടെ 3/4 കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. കുറച്ച് വെള്ളം ബാക്കി വന്നിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അടച്ച് മൂടി ഒന്ന് ആവിയേറ്റ് എടുക്കണം. 5 മുതൽ 7 മിനിറ്റ് വരെ നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് ആവിയേറ്റ് എടുക്കാം.
ഇപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇത് തുറന്നിട്ട് ഒന്നും കൂടി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഒട്ടും മട്ടിക്കാത്ത നല്ല അടിപൊളി ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഉപ്പുമാവാണ്. അപ്പോൾ തീർച്ചയായും നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തീർച്ചയായും കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊന്ന് ഷെയറും കൂടെ ചെയ്തേക്കണേ. താങ്ക്